ചൈന കൊടുത്ത ബംഗ്ലാദേശിലെ വ്യോമസേന വിമാനം തകർന്ന് സ്കൂളിൻ്റെ മുകളിലേക്ക് വീണ് 16 കുട്ടികളാണ് മരിച്ചത്. പോരാത്തതിന് 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലരുടെയും നില ഇപ്പോൾ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇതിനുശേഷം ചൈന ഈ തുക്കട രാജ്യങ്ങൾക്കെല്ലാം കൊടുത്ത ചൈനയുടെ പഴയ ആക്രി വിമാനങ്ങൾ എല്ലാം തന്നെ ആ രാജ്യങ്ങൾ ചൈനയ്ക്ക് തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിട്ടതാണ്. ഇപ്പോൾ ഇതാ ബംഗ്ലാദേശിൽ ചൈന ഉണ്ടാക്കിയ വലിയ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശ് വ്യോമസേനയുടെ വിമാനം ഒരു സ്കൂളിലേക്കും സമീപത്തുള്ള കോളേജുകളിലേക്കും ഇടിച്ചു കയറി വലിയ രീതിയിലുള്ള മരണമുണ്ടായിരുന്നു. 171 പേർക്കാണ് പരിക്കേറ്റത്. ചൈനീസ് നിർമ്മിതമായിട്ടുള്ള F-7 എന്ന് പറയുന്ന ഒരു വിമാനം, അതൊരു ഫൈറ്റർ ജെറ്റ് ആയിരുന്നു, 2ാം തലമുറ ഫൈറ്റർ ജെറ്റ് ആയിരുന്നു. അതാണ് തകർന്നു വീണത്. സമീപ വർഷങ്ങളിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വ്യോമയാന അപകടമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളെല്ലാം തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യ സോളോ ഫ്ലൈറ്റ് നടത്തിയ പൈലറ്റ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് തൗമീർ ഇസ്ലാം സാഗറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തെ മരിച്ചതായും പ്രഖ്യാപിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിന്റെ വക്താവ് പറഞ്ഞത് സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിന് കാരണമെന്നാണ്. നിർമ്മാണത്തിലെ പിഴവും ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ്. ചൈനീസ് നിർമ്മിതമായിട്ടുള്ള F-7BGI ഇനത്തിൽപ്പെട്ട വിമാനമായിരുന്നു അത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ബംഗ്ലാദേശിന് 27 ഇത്തരത്തിലുള്ള ചൈനീസ് യുദ്ധവിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത്, തകർന്നു വീണത് തന്നെയാണ്. അവയിൽ ഭൂരിഭാഗവും ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ എണ്ണം ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. കൂടാതെ 3 റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളും 1 ചെക്ക് നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു രോഷമൊക്കെ തോന്നും. കാരണം ബംഗ്ലാദേശ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നു, ഇന്ത്യയുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെയുള്ള നമ്മൾ എന്തിനാണ് ബംഗ്ലാദേശിനെ സഹായിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകും. പക്ഷേ ബംഗ്ലാദേശ് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമാണ്. നമുക്ക് ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല നമ്മളവരെ സഹായിക്കുന്നത്. പക്ഷേ ബംഗ്ലാദേശിൽ ഒരു അട്ടിമറിയും നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ചൈനയോ പാകിസ്ഥാനോ പോലുള്ള രാജ്യങ്ങൾ അവിടെ വന്ന് തീവ്രവാദം വളർത്താതിരിക്കാൻ ബംഗ്ലാദേശിന് ഒരു പിടി എപ്പോഴും നമുക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഈ ബംഗ്ലാദേശിനെ എപ്പോഴും എല്ലാ കാര്യത്തിലും സഹായവുമായി ഓടിയെത്തുന്നത്. കാരണം സഹായിക്കുന്നവരോട് കൂറ് കാണിക്കുന്ന ഒരു സ്വഭാവം ഈ സഹായം കൈപ്പറ്റുന്ന ആൾക്ക് വേണം എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. പക്ഷേ ബംഗ്ലാദേശ് അത് കാണിക്കുമെന്ന് നമുക്കറിയില്ല. എങ്കിലും നാളെ ഒരു ഭരണം മാറി വരികയാണെങ്കിൽ ബംഗ്ലാദേശിനോട് നമുക്ക് പറയാം, നിങ്ങൾ നമ്മളോട് മോശമായി പെരുമാറിയ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്കായി തന്നത് എന്തൊക്കെയാണ് എന്ന്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ വലിയൊരു സംഘത്തെ ധാക്കയിലേക്ക് അയച്ചിട്ടുണ്ട്. മെഡിക്കൽ സംഘത്തെയാണ്. അതായത് ഈ പൊള്ളൽ വിദഗ്ധന്മാരൊക്കെ അതിനകത്തുണ്ട്. തീ പൊള്ളലേറ്റാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം ഈ കുട്ടികളുടെ ദേഹത്തൊക്കെ പൊള്ളലേറ്റ് പലരും ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ പൊള്ളൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും നഴ്സുമാരെയും ഉൾപ്പെടുത്തിയ ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തെയാണ് ധാക്കയിലേക്ക് അയക്കുന്നത്. ഇതോടൊപ്പം സഹായത്തിനായി ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും അയക്കും. പരിക്കേറ്റവരുടെ അവസ്ഥ ഈ സംഘം വിലയിരുത്തും. ഇന്ത്യയിൽ കൂടുതൽ ചികിത്സയ്ക്കും പ്രത്യേക പരിചരണ ശുപാർശ ചെയ്യുകയും ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര സഹായവും ഇന്ത്യ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പ്രാരംഭ ചികിത്സാ സാഹചര്യത്തെ ആശ്രയിച്ച് കൂടുതൽ മെഡിക്കൽ യൂണിറ്റുകളും ഇന്ത്യ അയക്കുമെന്ന് പറയുന്നു. അടിയന്തര സാഹചര്യങ്ങളെ അടിയന്തര സഹായം നൽകും. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മാനുഷിക സഹകരണത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.